ഇതൊരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം ലാലേട്ടൻ മാറുന്നു, പുതിയ ആൾക്കാർ വരുന്നു, ദേവഞ്ഞേട്ടനും ശേരയും മത്സര രംഗത്തേക്ക് വരുന്നു, ജനറൽ സെക്രട്ടറി രണ്ടുപേര് വേറെ വരുന്നു. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ്. അമ്മ നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അമ്മ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ലാലേട്ടൻ ഉണ്ടായപ്പോൾ അത് ഭംഗിയായിട്ട് നടന്നു, ഇന്നസെന്റ് ചേട്ടൻ ഭംഗിയായിട്ട് കൊണ്ടു നടന്നു. ഇനി അടുത്ത ആൾക്കാരെ എങ്ങനെ കൊണ്ടു നടക്കും എന്നുള്ളതാണ് പ്രശ്നം. കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്, അവരെ ജയിപ്പിക്കുക. വനിതാ നേതൃത്വം നല്ലതല്ലേ, വരട്ടെ. വനിതാ നേതൃത്വം പ്രസിഡന്റ് ആയാലും ജനറൽ സെക്രട്ടറി ആയാലും എന്തായാലും നമ്മളതിൻ്റെ കൂടെ ഉണ്ടാവും. വനിതകൾ വരുന്നത് നല്ല കാര്യമാണ്. വനിതകളില്ല, വനിതകളെ അടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ പരാതി, നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും. അപ്പോൾ വനിതകൾ വരട്ടെ, വനിതകൾ വരാൻ വേണ്ടിയിട്ടുള്ള വിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കും. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആരും പറയുന്നില്ലല്ലോ, വിവാദങ്ങളല്ലേ ആൾക്കാർ പറയുന്നുള്ളൂ. അമ്മ ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റിയെങ്കിലും ഒന്ന് പറയും. അമ്മ എന്തോരം പേർക്ക് വീട് വെച്ചു കൊടുത്തു, ചികിത്സാ സഹായം, മരുന്ന്. അല്ല, നമ്മുടെ എനിക്കൊക്കെ 2 ഗുളികയാണെങ്കിൽ 2 ഗുളിക വീട്ടിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. അതമ്മ ചെയ്യുന്നു. അമ്മ എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു, അമ്മ എത്ര പേരെ സഹായിക്കുന്നുണ്ട്, അതൊന്നും ആരും പറയുന്നില്ല. അമ്മയുടെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാലും ഉടനെ തന്നെ നിങ്ങളെല്ലാവരും കൂടി ഏറ്റുപിടിച്ച്. അത് മാത്രമല്ല, അപ്പൊ അമ്മയിലെ സ്ത്രീകൾ തന്നെ അമ്മയിലെ സ്ത്രീകൾക്കെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു, ഒരു മെമ്മറി കാർഡ് പ്രശ്നമൊക്കെ പറഞ്ഞത്. മെമ്മറി കാർഡിന്റെ പ്രശ്നം എനിക്കറിയാൻ പാടില്ല, അതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. അതൊന്നും വിലപ്പോകില്ല. അമ്മ എന്ന സംഘടന അത് ഒരു നല്ല പ്രസ്ഥാനമായിട്ട് കാണാൻ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ശ്രമിച്ചാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. പിന്നെ അതിന്റെ ഉള്ളിൽ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് ഉണ്ടാക്കുക, അതിലൂടെ അതൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ അമ്മയുടെ ശ്വേത ഒരു അഭിനേത്രിയാണ്, ശ്വേത നല്ലൊരു അഭിനേത്രിയാണ്. അവർക്ക് ആ സബ്ജക്റ്റിന് ആവശ്യമുള്ള ഒരു ഇതിൽ അഭിനയിച്ചു എന്ന് ഓർത്തിട്ട് ഒരു തെറ്റുമില്ല. ശ്വേത വളരെ നല്ല വ്യക്തിയാണ്. ശ്വേതനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. ശ്വേത വളരെ പാവപ്പെട്ടൊരു മനുഷ്യ സ്ത്രീയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു ശ്വേത കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെ സബ്ജക്റ്റിന് ആവശ്യപ്പെട്ട രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് അവരൊരു സെക്സ് നടിയൊന്നുമല്ല, അവര് നല്ലൊരു അഭിനേത്രിയാണ്. അങ്ങനെയൊക്കെ ചെയ്യാനൊരു നടി തയ്യാറാവുക എന്ന് തന്നെ വലിയ കാര്യമല്ലേ.